സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടും രാഹുൽജിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ സലാമത്താക്കാൻ ശ്രമിച്ചിട്ടും ശശി തരൂരിൻ്റെ സങ്കടം തീർന്നില്ല. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കണം. ബാക്കി എല്ലാ നേതാക്കന്മാരും പുള്ളിക്ക് സമശീർഷരായിട്ടല്ല കീഴ്സ്ഥാനീയരായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും UDFനും മേൽഗതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പുള്ളിയുടെ നിലപാട്. സതീശനാവട്ടെ, ചെന്നിത്തലയാവട്ടെ, KC വേണുഗോപാലാവട്ടെ, എന്തിന് രാഹുൽ ഗാന്ധി ആവട്ടെ, ഒരാളും ഈ നിലപാടിനോട് യോജിച്ചിട്ടില്ല. അവരൊക്കെ തന്നെ തരൂർജി പാർട്ടിയിൽ വേണം എന്ന അഭിപ്രായക്കാരാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കുറേ കൂടി സക്രിയമായിട്ട് പ്രവർത്തിക്കണം എന്ന അഭിപ്രായമുള്ളവരുമാണ്. പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കോൺഗ്രസ്സിന് മാത്രമല്ല മുസ്ലിം ലീഗിന് പോലും താല്പര്യമില്ല. അവിടെ കുഞ്ഞാപ്പ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മറ്റ് പല ആളുകളുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരാരും തന്നെ തരൂരിനെ അംഗീകരിക്കാൻ തയ്യാറില്ല. തരൂരിനെ അംഗീകരിക്കുന്നവരെ ആരെയും ഹൈക്കമാൻഡ് അടുപ്പിക്കുകയുമില്ല. ഇങ്ങനെ വല്ലാത്തൊരു പരിതസ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന് തരൂർ പഴയ നിലപാട് ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നന്നായില്ലെങ്കിൽ മൂന്നാമതും LDF വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും ആത്മാർത്ഥമായിട്ട്, ഇത്രയും നെഞ്ചുറപ്പോട് കൂടിയിട്ട് LDF വരുമെന്ന് പറയാനായിട്ട് ഗോവിന്ദൻ മാഷിന് സാധിക്കില്ല, പിണറായി വിജയന് സാധിക്കില്ല. എന്തിന് ഷംസീറിനോ അല്ലെങ്കിൽ ജയിക്കിനോ പോലും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തരൂർജി LDFൻ്റെ വക്കാലത്തുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ വേറെ വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് തരൂർ പറയുന്നത്. എന്താണ് തരൂരിൻ്റെ വഴികൾ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒന്ന്, അദ്ദേഹം UDF വിട്ട് വരിക, കോൺഗ്രസിൽ നിന്ന് അംഗത്വം രാജിവെക്കുക, കൂട്ടത്തിൽ MP സ്ഥാനം രാജിവെക്കുക, എന്നിട്ട് LDFൽ ചേരുക. LDFൻ്റെ സ്വതന്ത്രനായിട്ട് പാലക്കാട്ട് സരിൻ മത്സരിച്ച പോലെ അവിടെ മത്സരിക്കാം. പക്ഷേ സീറ്റ് CPIയുടെയാണ്. അപ്പോൾ CPI കൂടി സ്പോൺസർ ചെയ്യുന്ന CPI സ്വതന്ത്രനായിട്ട് സഖാവ് ശശി തരൂർ, സഖാവ് സരിൻ മത്സരിച്ച പോലെ പാലക്കാട്ട് മത്സരിക്കുക. അപ്പോൾ 2ാം സ്ഥാനമായിരിക്കും, 3ാം സ്ഥാനമായിരിക്കും, അത് നോട്ടയുമായിട്ട് മത്സരിക്കേണ്ടി വരും. അതും അദ്ദേഹം PK വാസുദേവനാർക്ക് ശേഷം തിരുവനന്തപുരത്ത് ജയിക്കുന്ന വിജയതിലകമണിയുന്ന അടുത്ത CPI നേതാവായിട്ട്, CPI സ്ഥാനാർത്ഥിയായിട്ട് വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ സാധ്യത. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് കുറച്ചുകൂടി ശോഭനമാണ്. അതായത് അപ്പോഴും MP സ്ഥാനം രാജിവെക്കണം, എന്നിട്ട് BJPയിൽ ചേരണം. BJPയിലാവുമ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ വീണ്ടും മത്സരിച്ച് ജയിക്കണം എന്ന് ശാഠ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ തോറ്റാലും കുഴപ്പമില്ല. BJPക്ക് കേന്ദ്രത്തിൽ അധികാരമുള്ളതുകൊണ്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് അദ്ദേഹത്തെ ഗവർണറായിട്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എടുത്താൽ പോകാത്ത എന്തെങ്കിലും പദവിയിലോ, അതുമല്ലെങ്കിൽ വല്ല വെനിസ്വേലയിലോ ഗോട്ടിമാലയിലോ ഒക്കെ അംബാസഡറായിട്ടോ ഒക്കെ അയക്കാം. ഇംഗ്ലീഷും അറിയാം, ഫ്രഞ്ചും അറിയാം, ആൾ യോഗ്യനാണ്, സുന്ദരനുമാണ്. അപ്പോൾ ഏത് നിലക്കും അദ്ദേഹം ശോഭിക്കും. ശശിയാൽ നിശ ശോഭിക്കും, നിശയാൽ ശശിയും തഥ എന്ന് പറഞ്ഞ പോലെ ശോഭനമായൊരു ഭാവിയാണ് അദ്ദേഹത്തിന് BJPയിൽ കാത്തിരിക്കുന്നത്. BJPക്കാർ വളരെ കാലമായിട്ട് പുള്ളിയെ ചാക്കിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ചാക്കിൽ കയറിയിരുന്നില്ല. മൂന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരാധകരും ആരാധികന്മാരും ഒക്കെ ആ കൂട്ടത്തിൽ ചേരും. തിരുവനന്തപുരത്തുള്ള നല്ലവരായ ആളുകൾ അദ്ദേഹത്തെ വോട്ട് ജയിപ്പിക്കും. തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ ഒട്ടുക്ക് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, നമ്മുടെ അൻവറിൻ്റെ പാർട്ടിക്ക് കിട്ടിയ വലിയ സ്വീകരണം കിട്ടും. മാർക്സിസ്റ്റുകാരുടെ ഒരു പരോക്ഷ പിന്തുണയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഏതാണ്ട് അൻവറിൻ്റെ അവസ്ഥയിൽ തന്നെ തരൂരും എത്തും. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി രാഷ്ട്രീയം ഉപേക്ഷിച്ച് കാശിക്കോ രാമേശ്വരത്തേക്കോ പോവുക, അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിലേക്കോ സാൻ ഫ്രാൻസിസ്കോയിലേക്കോ വിയന്നയിലേക്കോ അല്ലെങ്കിൽ ബ്രസൽസിലേക്കോ പോവുക. അവിടെ ചെന്നാൽ പുള്ളിക്ക് പഴയ ലീലാവിലാസങ്ങളെ കേട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. എങ്ങനെ പോയാലും തരൂർ വലത്തെ കാര്യം വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ്സിൽ ഇനി തുടരുന്ന പ്രശ്നമില്ല. കോൺഗ്രസ് പാർട്ടിയെയും ഹൈക്കമാൻഡിനെയും ലോ കമാൻഡിനെയും നോ കമാൻഡിനെയും ഒക്കെ പാഠം പഠിപ്പിച്ചിട്ട് ശശി തരൂരിന് ഇനി വിശ്രമമുള്ളൂ. അദ്ദേഹം അഴിച്ചുവിട്ടിരിക്കുന്ന കുതിരയെ യാകാശത്തെ തടയാൻ ധൈര്യമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ വരിക. സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും വേണുഗോപാലിനും എല്ലാവർക്കും ഉള്ള വെല്ലുവിളിയാണ്. തരൂരിൻ്റെ കുതിരയെ പിടിച്ചു കെട്ടാൻ, തരൂരിൻ്റെ യാകാശത്തെ പിടിച്ചു കെട്ടാൻ ധൈര്യമുള്ള ഏത് കോൺഗ്രസ്സുകാരനുണ്ട്? ആർക്കും വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.